ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിന്ധു മാളൂസിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നുണ്ടല്ലോ ഭയങ്കര സന്തോഷമായിട്ട് എനർജി ആയിട്ട് നിൽക്കുന്നുണ്ടെന്നറിയോ. ഇന്ന് തൊഴിലുറപ്പുണ്ടായിരുന്നു. തൊഴിലുറപ്പിന് പോയി എന്റെ ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയും എന്റെ അനിയത്തിമാരുടെയും ഒക്കെ കൂടെ ഒന്ന് അടിച്ചു പൊടിച്ചിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ ലഞ്ച് ടൈമാണ്, ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വന്നേക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ടൂർ പോയോണൊക്കെ സത്യം പറഞ്ഞുണ്ടല്ലോ, ഞാൻ തൊഴിലുറപ്പിന് പോകുന്നത് എന്റെ ദുബായിക്ക് പോകുന്ന ഫീലിങ്സ് എന്റെ ഹൃദയത്തിൽ. എന്നാ പറയുക, അത്ര നല്ല എനർജറ്റിക് ആയിട്ടുള്ള എല്ലാവരും എനിക്ക് അവിടെ ഉള്ളത്. നമ്മുടെ അമ്മാമ്മയൊക്കെ പൊളിയല്ലേ. അപ്പൊ എന്തായാലും എനിക്ക് ഭയങ്കര എവിടെയോ ടൂർ പോകുന്നതിനും അത്ര ഫീലിങ്സ്. ഈ ഒരു 10-12 ദിവസം പണിയില്ലായിരുന്നപ്പോ എന്തോ സമയവും പോകുന്നില്ല. കാലിന് വേന, മുട്ടിന് വേന, ഇപ്പൊ ഒരു വേദന ഒരു കുരുവില്ല. എന്താന്ന് ചോദിച്ചാ മല കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കേ തോട്ടപ്പുഴയിൽ പഠിച്ച് കുറെ സാധനങ്ങളൊക്കെ ആയിട്ടാ ഞാൻ പോകുന്നത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. വന്നിട്ട് എന്നാ അമ്മു അപ്പത്തേനും ചിക്കൻ കറി വെച്ചു, ചിക്കൻ ഫ്രൈ വെച്ചു. ഞാൻ രാവിലെ ചോറും വെച്ച് പരിപ്പ് കറിയും മീൻ വറുത്തതും ചീരത്തോരനും ഉണ്ടായിരുന്നു. അന്നേരം വേണ്ട അവള് നല്ല ചിക്കൻ കറി ഒക്കെ വെച്ച് ഫ്രൈ ഒക്കെ ആക്കിയിട്ടുണ്ട്. ലവറിനെ ഒന്ന് സ്നേഹിക്കണ്ടല്ലോ. ഞാൻ വന്ന ഇച്ചിരി ജ്യൂസൊക്കെ അടിച്ചു കുടിക്കാന്ന് ഓർത്തപ്പോഴത്തേനും ഞാനൊരു ലവറുടെ കാര്യം വന്നു. എനിക്കൊരു ലവർ ഉണ്ട് കേട്ടോ. നിങ്ങൾ ആരും അതോർത്ത് എന്നോട് വിഷമിക്കരുത്. കാരണം ഞാൻ ആ ലവറെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു. പേരെന്നാന്നറിയോ? പേര് ഡ്രീം ലവർ എന്നാണ് ID. എന്നാന്നറിയോ, ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് മാത്രം ഞാൻ പറയാം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചെമ്പരത്തിത്താളിയുടെ ഒരു ചെറിയൊരു ഇത് പ്രൊഡക്റ്റ് തുടങ്ങിയായിരുന്നു. അത് ഓരോ ചെമ്പരത്തിയുടെയും ചൂട്ടി പോയി ഓരോ ഇലകളും പറിച്ച് അതിൽ ചുക്കിരി ഉണ്ടോ, വല്ല പുഴുവോ കീടങ്ങളോ വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കി ഓരോ ഇലയും നോക്കി പൂവും മുട്ടും ഒക്കെ നോക്കി ഞാൻ മുകളിലിട്ട് ഉണക്കുന്നു. അതൊക്കെ ഓരോ സ്റ്റെപ്പായിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ അമ്മു അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടു. അപ്പൊ ഷോർട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോ ഞാനൊന്ന് നോക്കി, ദൈവമേ ആരെങ്കിലും ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ നോക്കപ്പത്തേക്ക് അപ്പൊ 2 കമന്റേ വന്നിട്ടുള്ളൂ കേട്ടോ. പക്ഷെ ഒരു കമന്റിന് 4 ലൈക്ക്. 4 ലൈക്ക്. അത് എന്താ ഇട്ടേക്കറിയോ? എടി ഞങ്ങൾക്ക് വേണ്ട, നീ കുറച്ച് തിന്നോളാൻ. അപ്പൊ ഈ ഡ്രീം ലവർ പുട്ടും ഇഡലിയും കോഴിക്കോട്ടായും ഉണ്ടയും ഒക്കെ ഉണ്ടാക്കി തിന്നുന്നത് ഈ താളിപ്പൊടി വെച്ചാണെന്ന് ഇപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞു. ഇങ്ങനെയൊക്കെ ഒരു പരിപാടി അതുകൊണ്ട് ചെയ്യാന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് കേട്ടോ. ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു സത്യം. ഇവിടെ ചേട്ടായി ഉണ്ടല്ലോ, ഞങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് രണ്ടുപേരും. അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു കുറവുണ്ടെ മക്കളാണെങ്കിലും അതനുസരിച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കൂടപ്പറപ്പുകൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇവിടെ കഞ്ഞി വെക്കാൻ നിർവാഹമില്ല. ഞാൻ എൻ്റെ അയൽവക്കംകാരാണേലും കൊണ്ടുതരും. താങ്കൾ പറഞ്ഞു എനിക്ക് കുഴച്ചുരുട്ടി തിന്നേണ്ട ആവശ്യമില്ല. എന്തൊരു കഷ്ടം. ഞാൻ പുട്ടുപൊടി പാക്കറ്റ് എടുത്ത് അല്ല, ഞാൻ കേട്ടിട്ടുണ്ട് സ്ത്രീകൾ തന്നെയാ സ്ത്രീകൾക്ക് പാരേന്ന് കേട്ടോ. പക്ഷെ ഇതൊരു സ്ത്രീയാണെന്ന് തോന്നുന്നു. ഇതൊക്കെ കണ്ടിട്ട് ആ സ്ലാങ്ങും ആ ഐഡിയൊക്കെ കണ്ടിട്ട്. എന്തായാലും സ്ത്രീ ആണേലും പുരുഷനാണേലും ഞങ്ങൾക്ക് ദൈവം സഹായിച്ച് ഇപ്പൊ അത് കുഴച്ച് തിന്നേണ്ട ആവശ്യമില്ല, അത് വിറ്റ് ക്യാഷ് ആക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, എന്നിട്ട് ആ ക്യാഷ് വെച്ച് ഞങ്ങൾ പുട്ടുപൊടി മേടിച്ച് കുഴച്ച് തിന്നോളാം. അല്ല, ഇത്രയും എന്നെ ഉദ്ദേശിച്ചാണ് കേട്ടോ ഇത് പറഞ്ഞേ. വേണ്ട, കുഴച്ചുരുട്ട് നീ തന്നെ തിന്നടി. അപ്പൊ എന്തൊരു കഷ്ടമാണ്. തിന്നാനേ ഉള്ളൂ എടി കൂട്ടിയതാ. സോറി കേട്ടോ. അപ്പൊ എടിന്നൊന്നും പറയല്ല. ഡ്രീം ലവർ എന്നാണ് പേര്. അപ്പൊ ആ ലവറോട് ഒത്തിരി 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 സ്നേഹം ഉണ്ട്. ഇങ്ങനെ പറയാതിരിക്കാതല്ല. ഇന്നലെ അത് കണ്ടപ്പോ തന്നെ ഞങ്ങള് ചിരിച്ചു മരിച്ചു. കാര്യം എന്താന്നോട്ടെ, ഈ സമൂഹത്തിൽ ഒരു പെൺകുട്ടി എന്തെങ്കിലും ചെയ്ത് ഉയർന്നു വരാൻ നോക്കുമ്പോ ചിലരെ കണ്ടിട്ടില്ലേ, അവരെ അടിച്ചു താൽക്കാൻ വേണ്ടി നോക്കും. അതിപ്പോ അത് വിദ്യാഭ്യാസ മേഖലയിലായാലും പഠിച്ച് കഷ്ടപ്പെട്ട് കയറി വന്ന പെൺകുട്ടികളായാലും അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായാലും എന്നെ ഒത്തിരി തകർക്കാൻ വേണ്ടി 4 സൈഡിൽ കൂടെ പണ്ട് ചാനൽ തുടങ്ങിയാണെങ്കിൽ ഇതൊക്കെ വരുമ്പോ സങ്കടം വന്നേനെ അറിഞ്ഞേനെ. പക്ഷെ ഇപ്പം തീയിൽ കൊടുത്തത് വെയിലത്ത് പാടില്ലെന്ന് പറഞ്ഞോൾക്ക് അത്രയും പവറായിട്ട് തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അത് നമ്മള് കഷ്ടപ്പെട്ട് അമ്മയുടെ കൈവരലൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ പെഡിക്യൂർ ചെയ്തപ്പോ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓരോ ചെമ്പത്തി അത് ഞാൻ ഗ്ലൗസ് ഒന്നും ഇടാണ്ട അത്രയും നല്ല ഇതിൽ പറിച്ച് റെഡിയാക്കി കൊണ്ടുവന്നത്. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ടാണ് ആ ഒരു ലെവലിലോട്ട് അതിനെ എത്തിച്ച് നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നത്. പ്രൗഡ് നിമിഷങ്ങളാട്ടോ പലരുടെയും വോയിസ്. അത് പറയാതിരിക്കാൻ മേല കേട്ടോ. എനിക്ക് ആദ്യം ഒരു അമ്മയുടെ ഒരു വോയിസ് ആണ് എനിക്ക് കിട്ടിയത്. ആ അമ്മയ്ക്ക് അൽഷിമേഴ്സ് ആയിരുന്നു.
എന്നിട്ട് ഒരു ടീച്ചറുടെ അമ്മയാണ്. ഒരു ടീച്ചറുടെ അമ്മയാണ്. അപ്പം അമ്മ ഉറക്കമില്ലാണ്ടൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ നമ്മുടെ താളി ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഉറങ്ങുകയൊക്കെ ചെയ്തു. തലച്ചൊറിച്ചിലായിരുന്നു, ഭയങ്കര അസ്വസ്ഥത പിടിച്ച ഇതായിരുന്നു. അപ്പൊ ടീച്ചറോട് പറഞ്ഞു നന്നായിട്ട് മാറി, എനിക്ക് നന്നായിട്ട് എന്റെ അമ്മ മറന്നു പോകുന്ന എല്ലാ കാര്യങ്ങളും, പക്ഷെ ഇത് ഓർത്തിരുന്ന് നമുക്ക് പോയി. എന്നിട്ട് പറഞ്ഞത് എനിക്ക് ആ താളി തന്ന മോളോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ആ അമ്മ എനിക്ക് വോയിസ് ഇട്ട് തന്നതാണ്. അതുവരെ ഞാൻ ഈ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതൊക്കെയാണ് ഒരു പ്രൗഡ് നിമിഷം. നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് നല്ലതാണെന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനത്തെ ചില ചൊറിയൻ പുഴുക്കളുണ്ട്. ഈ കൊറോണ വൈറസ് മാതിരി മറ്റുള്ളവരെ എങ്ങനെ നശിപ്പിക്കാം, എങ്ങനെ മറ്റുള്ളവരെ സ്പ്രെഡ് ചെയ്ത് നശിപ്പിക്കാം എന്നൊക്കെ വിചാരിച്ച് കുറെ പുഴുക്കൾ, അതുങ്ങൾ സ്ത്രീകളാണോ പുരുഷന്മാരാണോ, വെറും ഇതുങ്ങളെ എന്താ പേര് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഇന്നലെ അത് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് രണ്ട് കമന്റേ വന്നിട്ടുള്ളൂ. അതിനകത്ത് ഇവിടെ വന്ന് പറഞ്ഞിട്ട് ഇവളാണോ അവനാണോ 4 ലൈക്കും. അപ്പൊ ആ 4 ലൈക്ക് ഇട്ടവരുടെ ഇതാണല്ലോ. പക്ഷെ മിക്കവാറും അവള് തന്നെ 4 ഐഡിയ ഉണ്ടാക്കിയിട്ടതായിരിക്കും. അല്ലാതെ വിവരമുള്ളവർ വന്ന് ഇങ്ങനത്തെ ഇത് കാണിക്കത്തില്ല. ഒരാള് രക്ഷപ്പെട്ട് പോകുന്നു എന്ന് കണ്ട് രക്ഷപ്പെടട്ടെ എന്ന് കുറച്ചെങ്കിലും മനസാക്ഷി സ്നേഹമുള്ളവരും വിചാരിക്കും. പിന്നല്ലാണ്ടോ. അത് തന്നെയല്ല, ഞാൻ ഇപ്പം നിങ്ങളുടെ ഒരു ഇതിൽ നോക്കുകയാണെന്നുണ്ടല്ലോ, ഞാൻ താളിപ്പൊടി എങ്ങനെ പറഞ്ഞാലും ഉണ്ടാക്കിയ ഒരു 8-10 കിലോയ്ക്ക് മുകളിൽ ഇപ്പൊ തന്നെ ഞാൻ സെയിൽ ചെയ്തു. എനിക്ക് അഭിമാനമുള്ള കാര്യത്തിൽ. കാരണം എന്തേരം പറിച്ചാലും 1 കിലോ ആകുന്നതെന്നറിയോ, അത് ആ ലെവലിൽ എത്തിച്ച് നിങ്ങളുടെ കയ്യിലോട്ട് എനിക്ക് എത്തിക്കാൻ പറ്റി. ഇപ്പോഴും എനിക്ക് ഓർഡർ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ഈ 2 ദിവസം മുമ്പ് ഞാൻ കൊണ്ട് അയച്ചിട്ടൊക്കെ വന്നാ. അങ്ങനെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ വന്ന് കിടക്കുന്നുണ്ടാവും എന്റെ ഫോണിൽ. ഞാൻ നോക്കിയിട്ടില്ല, ഇന്ന് എനിക്ക് നോക്കാം. മഴ ആയതുകൊണ്ട് കറണ്ടിന്റെ പ്രശ്നമാണ്, നോക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ കമന്റ് ഇടുന്നവർ അവിടെ ഇന്ന് ഇട്ടോണ്ടിരുന്നു. ഞാൻ അന്നേരം തന്നെ അമ്മൂനോട് പറഞ്ഞു, എനിക്ക് ചിരിയും വന്നു. എന്നിട്ട് ഞാൻ അമ്മു ഇതേ വന്നിട്ടുണ്ട് പുതിയ ഇറക്കുമതിയായിട്ടെന്ന് പറഞ്ഞോണ്ട് ഡിലീറ്റ് ആക്കിക്കോളാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ലവ് ഡ്രീം ലവിനോടൊക്കെ എനിക്ക് ഇച്ചിരി സ്നേഹം കൂടുതലേ ഉള്ളൂ. നമുക്ക് ചേച്ചി ദൈവം ഏത് ഞങ്ങളുടെ ഒരു 5 കിലോ താളിപ്പൊടി എടുത്ത് കുഴച്ച് തിന്നേണ്ടതാണ്. കാശ് തന്നില്ലേലും വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണം ഞാൻ തരാം ഫ്രീ ആയിട്ട്. അയ്യോ അത്രയെങ്കിലും പറഞ്ഞില്ലേ ഉണ്ടല്ലോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടല്ലോ, അത്രയും ചേർത്ത് നമുക്ക് നെഗറ്റീവ് കമന്റ് ഇല്ല ഇപ്പം. അത്രയും സ്നേഹത്തോടെ ഉള്ള ഇച്ചിരി വ്യൂസ് കുറവാണ്, പൈസ കുറവാണൊക്കെയാണ്. പക്ഷെ എനിക്ക് നിങ്ങളുടെ ഈ ഓരോ കമന്റ്സ് കാണുമ്പോഴേക്കും എനിക്ക് ഒത്തിരി സന്തോഷവും അഭിമാനമാണ്. ഓരോ ദിവസം കറക്റ്റ് വീഡിയോ ഇടാനൊക്കെ എൻ്റെ ഒരു തൊഴിലായിട്ട് കണ്ട് ഞാൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതിനകത്ത് വന്ന് ആരും ചുമ്മാ ആവശ്യമില്ലാതെ ഇത് വെക്കണ്ട. ഇത് എൻ്റെ അതിനകത്തല്ല, അവളോട് ഞാനാ പറഞ്ഞു ഇടി നിന്റെ ചാനലിൽ ഇടുന്നു പറഞ്ഞത്. പക്ഷെ ചിലപ്പോൾ അമ്മനോട് കുശുമുള്ളവരായിരിക്കും. വേണ്ട മക്കളെ, കുശും വെച്ചിട്ട് കാര്യമില്ല, എന്നെക്കാട്ടി ഡബിൾ സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സന്തോഷമുള്ള വീഡിയോ ഇട്ട് പോവായോ. കുളിച്ചിട്ട് ചുറ്റുപാട് പോയാണ് കേക്കാം. ഇപ്പൊ ചോറുണ്ണുന്ന സമയം. അമ്മയും കൊച്ചുമോളോട് ഭയങ്കര വർത്താനം. അമ്മേനെ കാണാണ്ടിരുന്ന് കണ്ടിട്ടുള്ള സന്തോഷം. ഞാനേ ഇന്ന് രാവിലെ അവള് എനിക്കിതിന് മുമ്പേ ഒരു സ്ഥലം വരെ പോയിരുന്നു. ഒന്നും നോക്കിയില്ല, അങ്ങ് പോയി. കിട്ടുന്ന ചാൻസ് നമ്മള് ഒന്നും മിസ് ചെയ്യാറില്ല, നശിപ്പിച്ച് കളയാറില്ല. എന്നാലും എന്തൊരു പരിപാടിക്കാണെങ്കിലും കിട്ടുന്ന കാര്യം മുന്നിൽ ഞങ്ങളുണ്ടാവും. പുഴു ഉണ്ടാവും അതിനകത്ത്. പൊടിയൊന്ന് നോക്കാം. പിന്നെ ഞങ്ങളുണ്ടല്ലോ, ഇത് വലിയ കാര്യത്തിൽ പെറുക്കി വെച്ചേ. പക്ഷെ ഭയങ്കര പുളി, ഇങ്ങനെ തിന്നാനായിട്ട് പറ്റുന്നില്ല പച്ച ആയതുകൊണ്ടേ. എന്നാ ഇച്ചിരി ജ്യൂസ് അടിച്ചേക്കാന്ന് വിചാരിച്ചോണ്ട് ചെത്താനായിട്ട് എടുത്താ കേട്ടോ. ആ ഒരു ഫീലിംഗ് വരും. എന്താന്ന് വെച്ചാൽ അത്രയും നല്ല സുഹൃത്തുക്കളാണ് എനിക്കുള്ളത്. അടിപൊളിയാണ് കേട്ടോ. മഴ ഒന്നും ഒരു പ്രശ്നമില്ല. പിന്നെ എനിക്ക് ഏറ്റവും പേടിയെന്ന് വെച്ചാൽ ഈ തോട്ടപ്പുഴുണിയാണ്. ഷൂ ഒക്കെ ഇട്ട് സോക്സ് ഒക്കെ ഇട്ട് 1 കിൻഡൽ ഉപ്പ്, ഷാമ്പു. ഒരുത്തിനോട് പറഞ്ഞായിരുന്നു ഷാമ്പു മേടിച്ചിട്ട് ഇങ്ങനെ കാലയിലൊക്കെ തൂത്ത് വെച്ചാൽ മതി. അപ്പൊ കയറി ഞാൻ തെന്നി വീട് നടുകൂടിയാണോ കുത്തിയാടോടി എന്ന് പറഞ്ഞു തരുന്നത്. അല്ല സിന്ധു ചേച്ചി, ഞങ്ങളൊക്കെ അതാ ചെയ്തത് തരും. അപ്പൊ ഇതെല്ലാം കൊണ്ടാണ് ഞാൻ പോയത്. പക്ഷെ കേറിയിട്ടില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം കുമാരമ്മ മുറ്റത്ത് കൂടെ കാലക്കൂടെ കേറിയിരുന്നു. അതെന്നറിയോ, ഈ കാട്ടുപന്നി ഇപ്പം കാട്ടുപന്നീനെയൊക്കെ വളർത്താനായിട്ടല്ലേ ഇങ്ങനെ ഭയങ്കര പെർമിഷൻ അല്ലേ. മനുഷ്യന്റെ ജീവന് വിലയില്ല. ഇങ്ങനെ മൃഗങ്ങള് കഷ്ടപ്പെട്ട് ചെയ്യുന്ന. അയ്യോ മുകളിലൊക്കെ കാണണമെന്നേ. വാഴയും ചേനയും ചേമ്പും കാശിലും എല്ലാം കുത്തി മേഞ്ഞ് നശിപ്പിച്ചിട്ടില്ല. മനുഷ്യന്റെ ജീവനും വേണ്ടി വന്നാൽ കളയും. കമന്റ് കണ്ടായിരുന്നേ, സിന്ധുമ്മ ഉപ്പേറെ കമന്റ് ആണോ വാട്സപ്പിലാണോ എന്ന് എനിക്ക് അറിയത്തില്ല, മെസ്സേജ് വന്നാണോന്ന്. സിന്ധുമ്മ ഉപ്പേറയിലൊക്കെ ആന ഇറങ്ങി എന്ന് പറയുന്ന കേട്ട് കണ്ണമ്പടിയാണ്. നമ്മുടെ അടുത്ത ഒരു മേലയാണ്, ഈ ആദിവാസികളുടെ ഒരു മേലയാണ്. അവിടെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് കേട്ടോ അവിടെ ഉള്ള മനുഷ്യര് കാടിനോടും മല്ലടിച്ച്, കാട്ടുമൃഗങ്ങളോടും മല്ലടിച്ച് ഒത്തിരി കഷ്ടപ്പെട്ടാണ് കേട്ടോ ജീവിക്കുന്നത്. പണ്ട് ഞങ്ങള് കണ്ണമ്പടി കൂടെ പോയിട്ടുണ്ടല്ലോ അമ്മ. പണ്ട് ഞങ്ങള് പോവായിരുന്നു അവിടെ. രാജേഷനും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് പോയിട്ടുണ്ട് അവിടെ. അയ്യോ അമ്മ ഞങ്ങളായിട്ട് ഏതോ ഒരു ബസ്സിനാണോ അമ്മ? എനിക്കത് ഓർമ്മയില്ല. കൊണ്ടിറക്കും. സൂപ്പറായിരുന്നു. ആരാടി എന്റെ ബലൂൺ എടുത്തേ? ഞാൻ
എന്നാ നിന്റെ അച്ഛനോട്ട് 2 കൊടുക്കണം. നിന്റെ വെച്ച് വന്നത് എന്റെ ബലൂൺ എടുത്ത് ഞാൻ അടിച്ച് അവന് തോട കൊടുക്കും. അന്നേ കാട്ടി ഞങ്ങളെ കൊണ്ട് ഇറക്കിയിട്ട് അവിടെ അമ്മ ഏതോ ഒരു കടയിൽ കയറ്റി എന്തോ ബണ്ണോ ബ്രെഡോ എന്നോണ്ടൊക്കെ മേടിച്ചു തരും. എന്നിട്ട് നടക്കൂ കാട്ടി കൂടെ. ആണോ? ഛർദിച്ചോ? കോഴിയെ ഞാൻ എന്നിട്ട് കഥ പറയട്ടെ. എന്നിട്ട് ആനയുടെ മണം അടിക്കും, ആനപ്പിണ്ടമൊക്കെ. അപ്പൊ നമ്മള് നടന്നു പോകുന്ന വഴിയിൽ കാണാൻ പറ്റും. അപ്പൊ അമ്മ ഞങ്ങളെ പതുക്കെ നിർത്തിയിട്ട് ഇങ്ങനെ നോക്കും, ഫുള്ള് ചുറ്റിന് കണ്ണൊഴിക്കും എവിടെ ആന ഉണ്ടോ ഓടാൻ. അതൊക്കെ ഒരു കാലമായിരുന്നു കേട്ടോ. അവര് നമ്മളെ അതേപോലെ സംരക്ഷിച്ച ഒരു ഫാമിലിയാ. ആവത്തെ കാലത്ത് എന്റെ മക്കളെ അതേപോലെ ചേർത്ത് പിടിച്ച ഒരു ഫാമിലിയാ. അതുകൊണ്ട് നമുക്ക് പോയി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല. അങ്ങനെ പോകുന്നതായിരുന്നു. എന്നാണേലും ഇപ്പൊ ഒത്തിരി സന്തോഷമായി. മേൽക്കുറി ചേച്ചിയെ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. ഞാൻ വീഡിയോക്ക് പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ മരിച്ചു പോയായിരുന്നു. 2 മക്കളാണ് അവര്. ഇപ്പൊ ചേച്ചി ഏതായാലും മോളുടെ കൂടുതല് ദുബായിലാട്ടോ. അപ്പൊ എനിക്ക് ഒത്തിരി നടന്നു സന്തോഷമായി. കാരണം നമ്മളൊരു നന്മ ചെയ്താൽ അത് ഏതേലും വഴി ദൈവം നമുക്ക് തരും എന്ന് പറഞ്ഞ ഉറപ്പ് കാര്യമാണ്. കാരണം ചേച്ചിക്ക് ഒത്തിരിയും പേരെ സഹായിക്കുകയും തിറക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ്. ഏറ്റവും വലിയ അടയാളമാണ് ഞങ്ങള് തന്നെ. അതെ, നമ്മളത് പിന്നെ വേറൊരു ചേച്ചി പെണ്ണിനെ കെട്ടിച്ചു വിട്ടു. പിന്നെ ആരുമില്ലാത്ത ഒരു മനുഷ്യനെ ചേട്ടന്റെ പേര് അവിടെ വേറെ വീട്ടിൽ കൊണ്ട് നിർത്തി സംരക്ഷിച്ച് പിന്നെ ലാസ്റ്റ് പള്ളി ചേർത്ത്. എന്നാന്ന് വെച്ചാൽ ഹിന്ദു ആയതുകൊണ്ട് അടക്കാനായിട്ട് മരിക്കുവാണെങ്കിൽ ഇത് അടക്കാൻ അവരുടെ പറമ്പിലൊന്നും പറ്റിയല്ലോ. എന്നിട്ട് അങ്ങനെ പള്ളിയിലൊക്കെ ചേർത്ത് കുമാരനെ പൊന്നു കൊടുത്ത് നോക്കി കേട്ടോ. അങ്ങനെ നമ്മളെ ഒത്തിരി സംരക്ഷിച്ചത്. അതുകൊണ്ട് നമ്മൾ ആനക്കാടൊന്നും നോക്കാതെ പോയിട്ടുണ്ട്. പക്ഷെ ഒരു ആനയെ നമ്മളെ കുത്തിയില്ല, പിടിച്ചു വിളിക്കൊന്നുമില്ല. ഇപ്പോഴും ഉണ്ട് ഒത്തിരി കാട്ടാന ശല്യവും ഭയങ്കര ശല്യങ്ങളൊക്കെ ഉണ്ട്. പാവങ്ങളെ അതുങ്ങൾ കൃഷി ചെയ്ത് കഷ്ടപ്പാട് തന്നെയാട്ടോ അവര് ചില സമയങ്ങളില്. എന്റെ കൂടെ ഉണ്ടായിരുന്നു, കടയിൽ നിൽക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേർ ഇഷ്ടമുള്ള പിള്ളേർ സെറ്റ് ഉണ്ടായിരുന്നു. ഒക്കെ പുഴുവാമേ കണ്ടോ, ഒന്ന് വീണ് ചതഞ്ഞിട്ടേ ഉള്ളു, അപ്പൊ തന്നെ അത് പുഴുവാവും. അതെ. അപ്പൊ അമ്മ വന്നപ്പോഴത്തേക്ക് ഞാൻ നല്ല ചിക്കൻ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി ദേ ഇവിടെ ആവുന്നുണ്ട്. അതിന്റെ കൂടെ ജ്യൂസും കൂടെ അടിച്ചു കുടിച്ച് നമുക്ക് ചോറങ്ങ് കഴിക്കാം. അമ്മയുടെ പൊന്തം കൈ അറിയ സാധനം കാണാൻ വയ്യ. അപ്പൊ എന്നാണല്ലോ ഉണ്ടല്ലോ. മധുരം ഉണ്ടോ അമ്മ? മധുരം കുറവായിരിക്കും, നോക്കട്ടെ. ഉണ്ടോ മധുരം ഉണ്ടോ? കൊറേ ഇനി ഇപ്പോഴും വീണ് കിടപ്പുണ്ടാവട്ടെ. നമ്മള് അപ്പൊ എന്തായാലും ഇവനെ ഒന്ന് ജ്യൂസ് അടിക്കട്ടെ. എന്നിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഇവനെ ഒരു ഗ്ലാസ് അങ്ങ് പിടിപ്പിക്കാം. അതെ, പപ്പ വരെ കഴിഞ്ഞ ദിവസം തിന്നുന്നുണ്ട്. പപ്പ ഇങ്ങനെ മാങ്ങയും തേങ്ങ തിന്നുന്ന ഞാൻ കണ്ടിട്ടില്ല. ഇച്ചിരി ഇഷ്ടമാണ് ഇപ്പൊ. പക്ഷെ പണ്ടൊന്നും തിന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതെനിക്കൊന്നും വേണ്ടാന്ന് പറയും. ഇപ്പൊ ഭയങ്കര ഈ പുളിയുള്ളത് കടിച്ചു പറിച്ച് തിന്നോണ്ട് കണ്ടു. നല്ല ജ്യൂസ് അടിച്ചു വെച്ചാൽ മതി, ഇച്ചിരി കൊടുക്കാം. മാങ്ങയൊക്കെ നല്ലതല്ലേ, ഒത്തിരി ഗുണങ്ങളുള്ള സാധനമല്ലേ, വിഷമില്ലാത്തതാണ്. നാര് നമ്മുടെ വയറ്റിൽ ചെല്ലുന്നത് ഒത്തിരി നല്ലതാണ്. നാരടങ്ങിയ ഭക്ഷണവും കഴിക്കണമെന്നല്ലേ ഓരോ ഡോക്ടേഴ്സും പറയുന്നേ. അപ്പൊ ഇന്ന് എന്റെ ചേച്ചിക്കുട്ടി ഒരാള് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. സിന്ധു, ഇന്നലെ ഞാൻ ചേട്ടായി പോകുന്ന ഏതോ ഒരു ഭാഗം കാണിച്ചിട്ടുണ്ട്. സുനിലിന് ഒരു തൊപ്പി മേടിച്ചു കൊടുക്കണേ, ക്യാപ്പ് വെച്ച് ശീലിക്കാൻ പറയണേ, ചാറ്റമഴ കൊള്ളരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും അമ്മും സിന്ധുവും പുറത്ത് രാവിലെ ഇറങ്ങുമ്പോൾ തലയിൽ എന്തെങ്കിലും കവർ ചെയ്തിട്ട് ഇറങ്ങാവുള്ളൂ. അതേപോണക്ക് കരുതലോടെയാണ് നമ്മളെ ഓരോ മനുഷ്യരെ സ്നേഹിക്കുന്നത്. അപ്പം അതിനിടയ്ക്ക് കമ്പിളിപ്പുഴുവായിട്ട് ഇങ്ങനെ വന്നാലോ? സമ്മതിച്ചു തരുമോ? ഇങ്ങോട്ട് കിട്ടി ഇപ്പൊ ചേച്ചിയുടെ വയറ് പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങോട്ടേക്ക് ഒരു പാരഗ്രാഫ് എഴുതിപ്പോ അങ്ങോട്ടേക്ക് ഡയലോഗായിരുന്നു. അപ്പൊ ഞാനൊരു എനിക്കറിയാവുന്ന ഒരു 4 ഡയലോഗ് മേടിച്ചാട്ടോ. നിങ്ങളൊക്കെ നമ്മളെ ഫാമിലിയെ കുറിച്ച് എപ്പോഴും പറയാറുണ്ടോ, സിന്ധുമ ഇതൊക്കെ വിട്ട് കളഞ്ഞാൽ ഒരു നെഗറ്റീവ് നോക്കരുത്, അപ്പോഴേ അവനെ ഡിലീറ്റ് ആക്കി ബ്ലോക്ക് ആക്കിയേക്കുന്നത്. ഞാൻ അതാണ് ചെയ്യുന്നത്. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. നല്ല രീതിയിൽ സെയിലും നടന്ന ഒരു സംഭവമാണ്. ഇപ്പൊ മഴക്കാലം ഇച്ചിരി കുറവാണ്, നമുക്ക് ഉണക്കാനും പാടില്ല. അതുകൊണ്ട് ഞങ്ങള് വലിയൊരു പബ്ലിസിറ്റി കൊടുക്കുന്നില്ല. എന്നാലും കാര്യോ അമേരിക്കയിൽ പോയിട്ടുണ്ട്. അത് ഞങ്ങളുടെ മാളക്കാരി ചേച്ചിയാണ്. അല്ല, അങ്ങനെ ഓർത്തില്ല. അപ്പൊ ഇപ്പം നമ്മുടെ ഇന്ത്യ വിട്ട് തന്നെ നമ്മുടെ ഇറ്റലിക്ക് അങ്ങനെയൊക്കെ പോയി. അങ്ങനെ ഉള്ളിടത്ത് പിന്നെ നമ്മളിങ്ങനെ കളിയാക്കേണ്ട ആവശ്യമില്ല. അതൊന്നും ശരിയാത്തില്ലതേ. താങ്കളാണെങ്കിൽ എന്നാണ് ചേച്ചി മണ്ണ് വരികളിലും കുറച്ച് തിന്നുന്നവരാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഞങ്ങളൊന്നും അങ്ങനെ തിന്നത്തില്ല. ഞങ്ങള് പണി ചെയ്യും, പണി ചെയ്തിട്ട് കാശ് കൊടുത്ത് പുട്ടുപൊടി മേടിക്കും,
എനിക്ക് അതാ ചിരി, നീ കുഴച്ചു പിടിക്കും. അതല്ലേ മാന്യമായിട്ട് ഞങ്ങൾക്ക് 2 കവർ ആട്ട കിട്ടുന്നുണ്ട് റേഷൻ കടയിൽ. അതൊക്കെ ഞങ്ങൾ ഉരുട്ടി കുഴച്ച് ചുമ്മാ തിന്നിയല്ല, ഉണ്ടേ പോലെയോ പുട്ട് പോണക്കോ അട പോണക്കോ ഒക്കെ ഉണ്ടാക്കി കഴിച്ചോളൂ കേട്ടോ. ഗൈസ്, നിങ്ങളെ തെറ്റിദ്ധരിക്കല്ല. ഇവിടെ ഉണ്ടല്ലോ അത്രയും പാട്. ഈ ഓയിലിന്റെ ബിസിനസ് ആയാലും താളിപ്പൊടിയുടെ ആണെങ്കിലും ഭയങ്കര പാടാണ്. നമ്മൾ ചെയ്ത് നോക്കിയാലേ അതിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് നല്ലെണ്ണ ഉണ്ടാക്കിയിട്ടേ, വിച്ചു അങ്ങനെ കീഴെ വന്നിരിക്കാറില്ല നല്ലെണ്ണ ഉണ്ടാക്കുമ്പോ. ചുമ്മാ കീഴെ വന്നിരുന്ന പൊട്ടിത്തെറിച്ച് കാലേ വീണ്ടും അത്രയും ഭാവം പൊള്ളിപ്പോയി. നമ്മള് അത്രയും ശ്രദ്ധിച്ചിട്ട് പോലും അങ്ങനെ പറ്റും. അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് നമ്മള് ചെയ്യുമ്പോഴേ വീണാട്ട പറഞ്ഞാലമ്മേ പഞ്ഞി കിടി ഞങ്ങള്. ചുമ്മാ എന്തിനാന്നേ വെറുതെ പാവങ്ങൾ എങ്ങനെയും ജീവിച്ചു പോകട്ടെ. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകും, നമ്മൾ നമ്മുടെ വഴിക്ക് എങ്ങനെയും ജീവിച്ചു പോകട്ടെ. അതാ എനിക്ക് പറയാനുള്ളൂ. ഞാൻ തമാശ ഒരു വേണ സീരിയസ് ആയിട്ട് പറഞ്ഞല്ലോ. എനിക്ക് കോമഡി ഇതൊക്കെ തോന്നി അത് വായിച്ചപ്പം. അപ്പൊ എനിക്ക് തോന്നി നാളത്തെ വീഡിയോക്ക് അത് പറയണമെന്ന്. അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു കേട്ടോ. ആരെയും ആക്ഷേപിക്കാനോ കൊച്ചാക്കാനോ കളിയാക്കാനോ അല്ല. അവർ ചിലപ്പം താളിപ്പൊടി വെച്ച് വല്ലതും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരിക്കും, പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ പച്ചളകളും തീരകളും ഒക്കെ തിന്നുമല്ലോ, അതുകൊണ്ട് ചിലപ്പോ ആയിരിക്കും, പറയാൻ പറ്റത്തില്ല. വൈകിട്ട് ചെന്നാലും നല്ലതാണോ എന്ന് ഓർത്തേ. അതുകൊണ്ട് രാവിലെ ടോയ്ലറ്റിലൊക്കെ പോകുമ്പം നല്ല എന്താ പറയുന്നത് അടിപൊളിയായിട്ട് പെട്ടെന്ന് പോകുകയായിരിക്കും. അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു, കരുതുന്നു. എന്തായാലും പറഞ്ഞത് കൂടിപ്പോയെങ്കിൽ താങ്കൾ എന്നോട് ക്ഷമിച്ചു. കാക്കയ്ക്ക് നൻകുഞ്ഞ് പൊൻകുഞ്ഞ് നല്ല ചേച്ചി. അവനവന്റെ മക്കളെ പറഞ്ഞാണ് ഇങ്ങനെ ആദ്യമൊക്കെ എന്ന് വെച്ചാൽ ചാനൽ തുടങ്ങിയ ഇടയ്ക്കൊക്കെ നമ്മളെ ഇങ്ങനെ നെഗറ്റീവ് ഒക്കെ പറയുമ്പോൾ നമ്മൾ കരയുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ സ്ട്രോങ് ആണ്, അമ്മു ഡബിൾ സ്ട്രോങ് ആണ്. അതുകൊണ്ട് വെറുതെ വന്ന് ഇന്നലെ അക്ക അവിടെ ചെന്ന് വർത്തമാനം പറഞ്ഞു പറയണേ, പല കമന്റ്സും കണ്ടപ്പോ അമ്മു ആത്മഹത്യ ചെയ്യുമെന്ന് ഞങ്ങള് വിചാരിച്ചിട്ടുണ്ടെന്ന്. അല്ല അത്ര സ്ട്രോങ് ആയിട്ടല്ലേ നക്ക ഇന്നലെ അവിടെ ചെന്ന് പറയാം. നല്ലൊരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു വീട്ടിലാണ് ചെന്നേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്ത അവരുടെ കൂടെ എന്നാ ഞാൻ ഇത്ര സ്ട്രോങ് ആയത്. അതുകൊണ്ട് അവള് പിടിച്ചു നിൽക്കും. ഇനി ഏതായാലും ദൈവം തീരുമാനിക്കണം എന്നാ വരണ്ടിയെ എന്നാ തന്നിട്ടുള്ളത് കേട്ടോ. ഇനി ചേച്ചിക്കൊന്നുമില്ല, ഞങ്ങൾ പോയി ജ്യൂസ് അടിച്ചു. ഇനി വേണമെങ്കിൽ ചേച്ചി ഇങ്ങോട്ട് വായോ. ഞാനൊരു ഗ്ലാസ് നല്ല പഞ്ചസാര ഇട്ടിട്ട് നല്ല അടിപൊളി മൈലാപ്പൂ ആണ് ഇതിന്റെ, ചീത്തയൊന്നുമല്ല മൈലാപ്പൂ എന്നാണ് ഇതിന്റെ പേര്, ചീത്തവാക്കൊന്നുമല്ല. മൈലാപ്പൂ ജ്യൂസ് തരാം. ഇനി തൊണ്ടലങ്ങാനും ചെമ്പരത്തി ഉരുട്ടി വിഴുങ്ങി ഇരിപ്പുണ്ടെങ്കിൽ ഇറങ്ങി നോക്കും. ഇന്നലെ അത് കണ്ടിട്ട് എനിക്ക് ഞാൻ ഓരോ മലയെ കയറി കയറ്റവും കയറി ചോളക്കി കൊടുത്ത് അപ്പൊ ഒരു സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് അത് പറഞ്ഞത്. അപ്പൊ ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എന്താ ചെയ്യോ? ഞാൻ ഈ ഫോൺ താഴെ വെക്കട്ടെ, അല്ല ഞാൻ ചിരിച്ചിരിച്ച് ഫോൺ താഴെ വിശ്വസിക്കുന്നു. ഇനി ഞാൻ ചോറുണ്ട്, എനിക്ക് വിശക്കുന്നു, എന്റെ എനർജി തീർന്നു. അത് കഴിഞ്ഞിട്ട് വരാം. ഞാൻ അത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു സാധനം നമുക്കതിന് നല്ല റിസൾട്ടും കിട്ടിയതല്ലേ. പിന്നെ അങ്ങനെ ആക്ഷേപിച്ച് പറയുമ്പോൾ അത്രയും പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ. അതുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞ കേട്ടോ. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആരും ഇത് നെഗറ്റീവായിട്ട് എടുക്കരുതേ. പിന്നെ വേറെ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. മഴയ്ക്ക് 2-3 ദിവസമായിട്ട് ജൂൺ 1 മുതൽ മഴയ്ക്ക് ഇച്ചിരി കുറവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. തൊഴിലുറപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി 10-14 ദിവസം തൊഴിലുറപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. 10-12 ദിവസത്തിലും കാണും. 2 ഞായറാഴ്ച പോവും. പിള്ളേരുള്ളതുകൊണ്ട് ഇങ്ങനെ എന്നാ പറയുന്നത് സന്തോഷമായിട്ടിരിക്കും. ഞാൻ മുറ്റത്ത് ഇറങ്ങി നിന്ന് എന്നാന്നറിയോ, നല്ല വെയിലേ. ഇത്രയും നേരം ഇങ്ങനെ ഒരുമാതിരി മൂടി കെട്ടി നിൽക്കുകയായിരുന്നേ. അതാ ഞാൻ മുറ്റത്ത് ഇറങ്ങിയത്. അപ്പം ഞാൻ ഇറങ്ങി ഇവിടെ വന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേനും വീണ്ടും മൂടലായിരുന്നു. പക്ഷേ ഇപ്പം നല്ല വെയിൽ കേട്ടോ. അപ്പോൾ സ്കൂളിലൊക്കെ എല്ലാ മക്കളും നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പോകാൻ തുടങ്ങിയെന്നറിയാം. മക്കളോട് എല്ലാവരോടും നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്തു വിടുക, നല്ല സേഫായിട്ട് ഇരിക്കുക. നമ്മുടെ മക്കളെ നശിപ്പിച്ച് കളയാൻ ഈ ലോകത്തിൽ നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിവും കണ്ണുകളുമായിട്ട് ഇറങ്ങിയേക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട്. അവരുടെ ചതിവലയിലൊന്നും വീഴരുതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അച്ഛനമ്മമാർ എനിക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു 4 പേരുണ്ടെങ്കിൽ 4 പേർക്കും ഫോണാണ്. എന്നിട്ട് 4 റൂമിനകത്തോട്ടും കയറിയിരിക്കും. അല്ലെങ്കിൽ ഒരു റൂമേ ഉള്ളാലും ആ 4 ഫോണും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് നമ്മളിപ്പോൾ ഏത് വീട്ടിൽ ചെന്നാലും. പക്ഷേ നമുക്ക് നമ്മുടെ മക്കളെ വഴിതെറ്റി പോകാണ്ടിരിക്കാനായിട്ട് നമ്മൾ മക്കളുടെ കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്യുക. നമ്മുടെ മക്കൾ ഒത്തിരി ഇവിടെ 14 വയസ്സുള്ള കുഞ്ഞൊക്കെ കഴിഞ്ഞ ദിവസം സൂയിസൈഡ് ചെയ്തേക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള ഒരു ഇതിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും മക്കളെ ശ്രദ്ധിക്കുക, മക്കൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കുക. ആരൊക്കെ എന്തൊക്കെ ഇതെന്ന് പറഞ്ഞാലും ഒരു തെറ്റായ വഴിയിലും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെല്ലിനൂടെ ഒന്ന് ഇരിച്ചു പിടിക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും കേട്ടോ. അപ്പോൾ പുതിയതായിട്ടെല്ലാം സ്കൂളിലോട്ട് പോയ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും കേട്ടോ.